അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജമാഅത്തെ ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ചില നസീഹത്തുകൾ, അത് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ചില നസീഹത്തുകൾ അത് നിങ്ങളുമായി പങ്കുവെക്കാൻ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാക്കുകൾ അത് ജീവിതത്തിൽ ഉപകാരപ്രദമാക്കുകയും അത് നമ്മുടെ ആഖിറത്തിലെ പദവികൾക്ക്, സ്വർഗത്തിലെ ദർജകൾക്ക് മാറ്റുകൂട്ടുവാനും നമ്മുടെ സ്ഥാനം ഉയർന്നതാക്കുവാനും ഒക്കെ ഇത് ഉപകരിക്കുമാകട്ടെ. നമ്മൾ ഏറ്റവും ആദ്യം സൂചിപ്പിക്കാനുള്ള കാര്യം, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഏറ്റവും കൂടുതൽ തൗഹീദുള്ളവരെ ഓർമ്മിപ്പിക്കേണ്ട കാര്യം അത് ഇഖ്ലാസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു വിഭാഗത്തിലേക്കും അവന്റെ പ്രവാചകന്മാരെ അയക്കുമ്പോഴും അവരിൽ തൗഹീദ് ഉണ്ടാകുവാൻ കൽപ്പിക്കുന്നതിനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന അല്ലെങ്കിൽ കൽപ്പിക്കുമായിരുന്ന മറ്റൊരു കൽപ്പനയാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അത് നമുക്കൊക്കെ അറിയുന്നത് പോലെ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിനടുക്കൽ സ്വീകരിക്കപ്പെടാൻ, പരിഗണിക്കപ്പെടാൻ രണ്ട് നിബന്ധനകളാണുള്ളത്. ഒന്നാമത്തെ നിബന്ധന ഇഖ്ലാസാണ്. രണ്ടാമത്തേത് അത് മുതാബഅത്ത്, ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിന് യോജിച്ച രൂപത്തിലായിരിക്കുക എന്നുള്ളതാണ്. ഈ ഇഖ്ലാസിനെ സംബന്ധിച്ച് എപ്പോഴും ഇങ്ങനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനും ഇടയ്ക്കിടയ്ക്ക് അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഉണർത്തുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്, മുതാബഅത്ത് എന്നുള്ളത് നമുക്കറിയാം പ്രത്യക്ഷത്തിൽ പ്രകടമാവുന്ന കാര്യമാണ്. നമ്മുടെ അവയവങ്ങളിലൂടെ, സംസാരത്തിലൂടെ മറ്റൊരാൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു നിബന്ധനയാണ് മുതാബഅത്ത് എന്നുള്ളത്. പക്ഷെ എന്നാൽ ഇഖ്ലാസ് എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലുള്ള പ്രവർത്തനമാണ്. അത് ഹൃദയത്തിലുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കൂടെയുള്ള ഒരാളും അത് നോക്കുകയോ അറിയുകയോ അത് എത്രത്തോളം കുറ്റമറ്റതാണ് എന്ന് പരിശോധിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. മറിച്ച് അത് നമുക്കും നമ്മുടെ റബ്ബിനും ഇടയിലുള്ള ഒരു വിഷയം മാത്രമാണ്. പക്ഷെ മറ്റൊരാളും അതിലേക്ക് എത്തി നോക്കുകയോ അത് അതിന്റെ മൂല്യം നിർണയിക്കുകയോ ഒന്നും ഒരാൾക്കും സാധിക്കില്ല, അല്ലാഹുവല്ലാതെ. നമുക്കും നമ്മുടെ റബ്ബിനും മാത്രം ഇടയിലുള്ള കാര്യങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ വലിയ സ്ഥാനമാണുള്ളത്. നമ്മൾ ചെയ്യുന്നൊരു കാര്യം അത് പടപ്പുകളും കാണുന്നുണ്ടെങ്കിൽ അത് മോശമാണെന്നല്ല, മറിച്ച് നമ്മൾക്കും റബ്ബിനും മാത്രം ഇടയിലുള്ളൊരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു കാര്യത്തെ റബ്ബ് അങ്ങേയറ്റം വലിയ കാര്യമായി, മഹത്വമുള്ള കാര്യമായി, പ്രാധാന്യമുള്ള കാര്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നോമ്പിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറയുമ്പോൾ എങ്ങനെ പറയുന്നത്, കുല്ലു അമലി ഇബ്നി ആദം ലഹു, ആദമിന്റെ മകന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവനുള്ളതാണ്, ഇല്ല സൗ, നോമ്പൊഴി, ഫഇന്നഹു ലി, അത് എനിക്കുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിനുള്ളത് തന്നെയാണ്. അല്ലാഹു തന്നെയാണ് അതിന് പ്രതിഫലം നൽകുകയും ചെയ്യുക. പക്ഷേ എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ പ്രത്യേകമാക്കി മാറ്റി നിർത്തിയത്, അല്ലെങ്കിൽ അതിനെ പ്രാധാന്യത്തോടുകൂടി എടുത്തു പറഞ്ഞത്, അത് അല്ലാഹുവിനുള്ളതാണ് എന്ന് പഠിപ്പിച്ചു തന്നത്, നോമ്പെന്നുള്ള പ്രവർത്തനം നമ്മൾക്ക് മറ്റൊരാളെ കാണിക്കാൻ സാധിക്കാത്തതാണ്. നമുക്കറിയാം, നിസ്കരിക്കുക എന്നുള്ളത്, നിസ്കാരം എന്നുള്ള പ്രവർത്തനം അങ്ങേയറ്റം പ്രാധാന്യമുള്ളതാണെങ്കിൽ കൂടെ അത് നമ്മൾക്ക് മറ്റൊരാൾ കാണുന്ന പ്രവർത്തനമാണ്. അതുപോലെ തന്നെ സദഖ നൽകുക, ഹജ്ജ് ചെയ്യുക,
ഇതൊക്കെ അങ്ങേയറ്റം പ്രാധാന്യമുള്ള വിഷയമാണെങ്കിൽ കൂടെ നോമ്പ് എന്ന പ്രവർത്തനത്തിനും അതിനും മറ്റുള്ള പ്രവർത്തനങ്ങൾക്കും ഇടയിലുള്ള വ്യത്യാസം, നോമ്പ് നമ്മൾക്ക് ഒരാളെയും കാണിക്കാൻ സാധിക്കില്ല. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് നോമ്പില്ല എന്ന് കാണിക്കാൻ സാധിക്കും. എങ്ങനെ? ഇവിടെ നിന്ന് ഈ ഇരിക്കും എല്ലാവരും മുന്നിൽ വെച്ച് വെള്ളം കുടിച്ചിട്ടോ ഭക്ഷണം കഴിച്ചിട്ടോ നോമ്പില്ല എന്ന് കാണിക്കാൻ സാധിക്കും. അതേസമയം നോമ്പുണ്ടെന്ന് കാണിക്കാൻ നമുക്ക് കഴിയില്ല. ഇങ്ങനെയുള്ള പ്രവർത്തനം വെച്ചാൽ നമുക്കും നമ്മുടെ റബ്ബിനും ഇടയിലുള്ള മറ്റൊരാൾ എത്തി നോക്കാത്ത, മറ്റൊരാൾക്ക് അറിയാൻ സാധിക്കാത്ത കാര്യങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ അങ്ങേയറ്റം സ്ഥാനമുണ്ട്, മഹത്വമുണ്ട് മറ്റേതൊരു പ്രവർത്തനത്തെക്കാൾ. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇഖ്ലാസ് എന്നുള്ളത്. കാരണം നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യമാണ്. വേറൊരാളും അത് അറിയുന്നില്ല. അതിന്റെ അളവ് വേറൊരാൾക്കും നിശ്ചയിക്കാൻ സാധിക്കുകയില്ല. ഈ ഇഖ്ലാസിന്റെ പ്രത്യേകതയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറഞ്ഞത് ഹൃദയത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് എപ്പോഴും ഒരേ അവസ്ഥയിലായിരിക്കില്ല. ഹൃദയത്തിന് അറബിൽ എന്താ പറയാ? കൽബ് എന്ന് പറയാം. കൽബിന് കൽബ് എന്ന് പേര് വരാനുള്ള കാരണം അത് മാറി മാറി, അറബിയിൽ കലബ എന്ന് പറഞ്ഞാൽ മാറി മറിഞ്ഞു എന്നുള്ളതാണ്. എപ്പോഴും മാറി മറിയുന്നതായതുകൊണ്ടാണ് കൽബിന് കൽബ് എന്ന് പേര് എന്ന് വരാൻ കാരണം. എപ്പോഴും അതൊരു അവസ്ഥയിൽ നിലനിൽക്കില്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തിൽ നമ്മുടെ ഇഖ്ലാസിനെ മാറാതെ പിടിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം പ്രയാസമുള്ള കാര്യമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പൂർവികരിൽപ്പെട്ട വലിയ പണ്ഡിതന്മാരിൽ ഒരാളായി എണ്ണുന്ന സുഫിയാൻ സൗരി റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ സ്ഥാനത്ത് നിൽക്കുമ്പോഴും അദ്ദേഹം പറയാറുള്ളൊരു കാര്യമാണ് എന്ത്? എന്റെ ജീവിതത്തിൽ ഞാൻ നീയത്ത്, എന്റെ ചിന്ത, ആ ഉദ്ദേശം മാറാതെ ഇഖ്ലാസ് പിടിച്ചു നിർത്താൻ കഷ്ടപ്പെടുന്നത് പോലെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒരു പ്രവർത്തനം ചെയ്യാൻ ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹം പറയും. അപ്പോ വളരെയധികം പ്രയാസമുള്ള, എന്നാൽ ഒന്ന് പരിശ്രമിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്ത്? ഇഖ്ലാസ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് പറയാറുള്ളത്, റുബ്ബ അമലിൻ സഗീരിൻ തുകബ്ബിറുഹു നിയ്യ. എത്ര എത്ര ചെറിയ പ്രവർത്തനങ്ങളെയാണ് നീയത്ത് വലുതാക്കിയിട്ടുള്ളത്. പ്രവർത്തനം, അമൽ ചിലപ്പോൾ ചെറിയ പ്രവർത്തനമായിരിക്കും, പക്ഷെ അവന്റെ ഇഖ്ലാസ് കറകളഞ്ഞതായതുകൊണ്ട് അവന് ആ പ്രവർത്തനം കൊണ്ട് വലിയ പ്രതിഫലമാണ് ലഭിക്കുക. അതുപോലെ തന്നെ നേരെ തിരിച്ചു അദ്ദേഹം പറയും, റുബ്ബ അമലിൻ കബീരിൻ തുസഗീറുഹു നിയ്യ. എത്ര എത്ര വലിയ പ്രവർത്തനങ്ങളെയാണ് നീയത്ത് ചെറുതാക്കിയിട്ടുള്ളത്. വലിയ അമലായിരിക്കും ചെയ്തിട്ടുണ്ടാകും, പക്ഷെ അവന്റെ നീയത്ത്, അവനിൽ ഇഖ്ലാസ് ഉണ്ടാവില്ല. അതെന്തെങ്കിലും ദുനിയാവിന്റെ എന്തെങ്കിലും ലക്ഷ്യങ്ങളോ, ആൾക്കാരെ പ്രശംസ പിടിച്ചു പറ്റാനോ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും സൽപ്പേര് കിട്ടാനോ, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവൻ അമല് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവന് ആ വലിയ പ്രവർത്തനത്തിലൂടെ കിട്ടിയിട്ടുള്ള പ്രതിഫലം വളരെ ചെറുതായിരിക്കും. അപ്പൊ നിയ്യത്ത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരമാവധി എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ പറഞ്ഞു, കൽബിലാണ് അതിന്റെ സ്ഥാനം. കൽബ് മാറിക്കൊണ്ടിരിക്കും, നിയ്യത്ത് മാറാതെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഇഖ്ലാസ് എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നവനായി അള്ളാഹു അല്ലാതെ മറ്റാരെ നമ്മൾ അന്വേഷിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇഖ്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുവാൻ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും നമ്മൾ അന്വേഷിക്കാതിരിക്കുക, പ്രതീക്ഷിക്കാതിരിക്കുക. അതാണ് ഇഖ്ലാസ് എന്ന് വെച്ചാൽ, നമ്മളൊരു അമല് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അമലിന് പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രം നമ്മൾ ആഗ്രഹിക്കേണ്ടതുള്ളൂ. മറ്റാരുടെങ്കിലും അടുക്കൽ നിന്നാണ് നമ്മൾ അതിനെന്തെങ്കിലും പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു. ശ്രദ്ധിക്കണം. മറ്റെന്തെങ്കിലും ചിന്ത കടന്നു വന്നാൽ മതി. അത് ദുനിയാവിന്റെ ചിന്തയായിക്കോട്ടെ, അല്ലെങ്കിൽ ആൾക്കാർ കാണുന്നുള്ള ചിന്തയായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവിടെ കടന്നു വരുമ്പോൾ ഇഖ്ലാസ് നഷ്ടപ്പെടുക. അപ്പോൾ മറ്റൊരു ചിന്തയും കടന്നു വരാതെ മറ്റാരുടെയും തൃപ്തി കരസ്ഥമാക്കണം എന്നുള്ള ലക്ഷ്യത്തിലല്ലാതെ നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ ശ്രദ്ധിക്കാം.
നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആദ്യമായി അള്ളാഹു വിധി പറയപ്പെടുന്ന ആളുകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്നത് 3 വിഭാഗം ആളുകളാണ്. ഈ 3 വിഭാഗം ആളുകളാണ് ഖിയാമത്ത് നാളിൽ ആദ്യമായി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇൽമ് ദുനിയാവിൽ പഠിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തി. ഈ വ്യക്തിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. ആ വ്യക്തിക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ അള്ളാഹു എണ്ണി എണ്ണി പറയും. ഈ അനുഗ്രഹങ്ങൾക്ക് പകരമായി നീ എനിക്ക് എന്താണ് നന്ദി കാണിച്ചത് എന്ന് അള്ളാഹു ആ വ്യക്തിയോട് ചോദിക്കുമ്പോൾ ആ വ്യക്തി പറയുന്ന, ഞാൻ അള്ളാഹുവെ നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഇൽമു പഠിച്ചു, ദീൻ പഠിച്ചു, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഞാൻ നിനക്ക് നിന്റെ മാർഗത്തിൽ ഞാൻ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അള്ളാഹു തിരിച്ച ആ വ്യക്തിയോട് പറയും, എന്താ പറയാ, കദബത്ത, നീ പറഞ്ഞത് കളവാണെന്ന് പറയും. എന്നിട്ട് അള്ളാഹു അവനോട് പറയും, നീ ഇൽമു പഠിച്ചതും പഠിപ്പിച്ചതും നീ ഒരു ആലിമാണ് എന്ന് പറയപ്പെടാൻ വേണ്ടി മാത്രം അത് ദുനിയാവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പറയപ്പെട്ടിട്ടുണ്ട്. നീ ഖുർആൻ പാരായണം ചെയ്തത് എന്തിനു വേണ്ടി മാത്രമാണ്, നീ നല്ലൊരു കാര്യമാണെന്ന് പറയപ്പെടാൻ വേണ്ടി മാത്രം അത് ദുനിയാവിൽ പറയപ്പെട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അവൻ എന്താണോ ആഗ്രഹിച്ചത് അവന്റെ പ്രവർത്തനം കൊണ്ട് അത് അവൻ ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് അവനെ എന്ത് ചെയ്യും, അലൈക്കും സലാം, മുഖം നിലത്ത് കുത്തിയ അവസ്ഥയിൽ അവനെ നരകത്തിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകും. ഇതൊന്നാമത്തെ. ഇതുപോലത്തെ രണ്ടാമത് തന്നെ എന്ത് ചെയ്യും, ഒരുപാട് മേഖലകളിൽ ദീനിന്റെ വിഷയങ്ങളിൽ സമ്പത്ത് അങ്ങേയറ്റം ചെലവഴിച്ചിട്ട് മറ്റൊരാളെ കൊണ്ടുവരും. അവനെയും ഇതുപോലെ തന്നെ അവനെ വിചാരണ ചെയ്യുമ്പോൾ അവനും പറയും, റബ്ബി, ഞാൻ നിന്റെ മാർഗത്തിൽ ഇന്ന വിഷയങ്ങളിൽ സമ്പത്ത് അങ്ങേയറ്റം ചെലവഴിച്ചു, എന്റെ സമ്പത്ത് മുഴുവൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, റബ്ബെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിച്ച് തീർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോഴും റബ്ബിനോട് തിരിച്ചു പറയും, കദബത്ത, നീ പറഞ്ഞ കളവാണ്. മറിച്ച് നീ സമ്പത്ത് ചെലവഴിച്ചത് എന്തിനു വേണ്ടി മാത്രമായിരുന്നു, നീ നല്ല ഉദാരനാണെന്നും ധർമ്മിഷ്ഠനാണെന്നൊക്കെ ആളുകൾ പറയാൻ വേണ്ടി മാത്രമായിരുന്നു. അതെന്ത് ചെയ്തിട്ടുണ്ട്, പറയപ്പെട്ടിട്ടുണ്ട്. ഇവനെ ആഗ്രഹിച്ചത് കിട്ടി, അത്രേ അവനുള്ളൂ. അവനെ ഇതുപോലെ തന്നെ മുഖം നിലത്ത് കുത്തിയ അവസ്ഥ നരകത്തിലേക്ക് വലിച്ചെറിയും. ഇതുപോലെ തന്നെ മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പങ്കെടുത്ത് ശർഈയായ രൂപത്തിലുള്ള ജിഹാദിൽ പങ്കെടുത്ത് ഷഹീദായി മരണപ്പെട്ട വ്യക്തി, അവനെ ഇതുപോലെ കൊണ്ടുവരും. അവനോട് ഈ രൂപത്തിൽ അവന് വിചാരണ ചെയ്യും. അവന് കൊടുത്ത അനുഗ്രഹങ്ങൾ എണ്ണി പറയുമ്പോൾ അവനും തിരിച്ചു പറയും റബ്ബിനോട്, അള്ളാഹുവിനെ ഞാൻ നിന്റെ മാർഗത്തിൽ എന്ത് ചെയ്തു, എന്റെ സ്വന്തം ശരീരത്തെ തിരിച്ചു, ഞാൻ ഷഹീദായി എന്ന് പറയുമ്പോൾ അപ്പോൾ റബ്ബ് തിരിച്ചു പറയും, നീ പറഞ്ഞത് കളവാണ്. നീ ഒരിക്കലും എന്റെ തൃപ്തി ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ നിന്റെ തിന്മകൾ പുറത്തു തരണമെന്ന് വിചാരിച്ചിട്ടോ അത് ലക്ഷ്യം വെച്ചിട്ടോ സ്വർഗത്തിൽ വലിയ സ്ഥാനങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടോ ഒന്നും അല്ല നീ എന്ത് ചെയ്തത്, ഷഹീദായത്. മറിച്ച് നീ ഷഹീദായത് ധീരനാണെന്നും അല്ലെങ്കിൽ വലിയ വീരപുരുഷനാണെന്നൊക്കെ പറയപ്പെടാൻ വേണ്ടി മാത്രം അത് പറയപ്പെട്ടിട്ടുണ്ട്, കഴിഞ്ഞു. നീ എന്താ ആഗ്രഹിച്ചത് നിനക്കുണ്ട്, അത്രയേ ഉള്ളൂ. ഇവിടെ റബ്ബിന്റെ അടുക്കൽ നിനക്ക് എന്തില്ല, ഒരു തരി പോലും പ്രതിഫലം ഉണ്ടാവില്ല. നമ്മൾ ഒരുപാട് പ്രവർത്തിക്കുന്നവരാണ്, ഒരുപാട് സാലിഹായ അമലുകൾ ചെയ്യുന്നവരാണ്. ഈ അമലുകളൊക്കെ ഉപകരിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് കാണിച്ചെന്ന രൂപത്തിൽ തന്നെ ആകണം. അത് ചെയ്യുമ്പോൾ, ആ രൂപത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന്റെ തൃപ്തിയല്ലാത്ത വേറൊരു ചിന്ത ഉണ്ടാവാൻ, വേറൊരു ലക്ഷ്യം ഉണ്ടാവില്ല. മറ്റെന്തെങ്കിലും ലക്ഷ്യം അവിടെ കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ ഇഖ്ലാസ് പോയി. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം നമ്മളോട് പറയാനുള്ളതാണ്. രണ്ടാമതായി പറയാനുള്ള നസീഹത്ത് എന്താണെന്ന് വെച്ചാൽ, ഇൽമിന്റെ മജ്‌ലിസുകൾ എത്രത്തോളം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾ വർദ്ധിപ്പിക്കുക. മതപരമായ അറിവ്, ശർഈയായ ഇൽമ് നിങ്ങൾക്ക് എത്രത്തോളം വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾ വർദ്ധിപ്പിക്കുക. കാരണം നമ്മൾക്ക് എത്രത്തോളം ഇൽമ് കുറയുന്നുവോ അത്രത്തോളം നമ്മൾ അപകടത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കാം. ദീനിലുള്ള അറിവ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ആഖിറത്തിലെ വിഷയം അപകടത്തിലേക്ക് ആയിക്കൊണ്ടേയിരിക്കാം, കൂടുതൽ അപകടം പിടിച്ച അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടേയിരിക്കാം. നമ്മുടെ ഇൽമ് കുറയുന്നതിനനുസരിച്ച്, ഇൽമ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ
നരകത്തിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുകയാണ്, സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന പദവികളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പദവി ലഭിക്കുന്ന നബിമാരും മുർസലീങ്ങളും കഴിഞ്ഞാൽ, അവരുടെ തൊട്ട് താഴെ അവരുടെ സ്വഹാബത്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പദവി ഇൽമുള്ള ആളുകൾക്കാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. ഈമാനുള്ളവരെ, വിശ്വസിച്ചവരെ, നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം അലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് എന്താ വിശദീകരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ഇൽമു പഠിപ്പിച്ചു കൊടുക്കാൻ. കാരണം നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഇൽമില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ സാധിക്കില്ല? സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ അർത്ഥം അത് അറിയുക, അതിനനുസരിച്ച് നമ്മുടെ ജീവിതം നയിക്കുക, മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് ഏറ്റവും ഒന്നാമത്തെ കടമയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ അർത്ഥം പോലും ശരിക്കും അറിയാത്ത ഒരാളെങ്കിൽ അവനൊരിക്കലും അവന്റെ ജീവിതത്തെ അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ സാധിക്കില്ല. നമ്മുടെ കൂടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ നാട്ടുകാരിൽപ്പെട്ട അല്ലെങ്കിൽ അയൽക്കാരിൽപ്പെട്ട പല ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കിയേ, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എന്ന് ചോദിച്ചു നോക്കിയാൽ ഖുർആനോ സുന്നത്തോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നതോ അല്ലെങ്കിൽ സ്വഹാബത്ത് മനസ്സിലാക്കിയതോ ആയ ഒരർത്ഥമല്ല അവർക്കറിയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ അവർ പഠിച്ചിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുർആൻ സുന്നത്തിലും പഠിപ്പിച്ചെന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എന്താണ്? അബൂജഹലിനോടും അല്ലെങ്കിൽ മക്കയിലെ മറ്റു മുശ്രിക്കീങ്ങളോടും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അവരെന്താ പറയാറുണ്ടായിരുന്നു മറുപടി? അത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എന്നുള്ളത്. അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവരെന്താ പറയാ? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ. എല്ലാ ആലിഹത്തിനെയും, ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനെയും ഇവൻ ഒരൊറ്റ ഇലാഹാക്കിയിരിക്കുന്നു. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഇതെത്ര അത്ഭുതകരമായ കാര്യം എന്നാണ് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുമ്പോൾ പറയാറുണ്ടായത്. എന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ അർത്ഥം എന്തിനൊക്കെ ആരാധിക്കപ്പെടുന്നു, എന്തിനൊക്കെ ഇബാദത്തുകൾ ചെയ്യപ്പെടുന്നു, അതിനെല്ലാത്തിനെയും ഒഴിവാക്കി അതിനൊന്നിനും ഇബാദത്ത് കൊടുക്കാതെ എല്ലാ ഇബാദത്തും അള്ളാഹ്ക്ക് മാത്രം ആക്കുക എന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അല്ലാതെ മറ്റൊരാളെ പ്രാർത്ഥിക്കാൻ പാടില്ല. സഹായതേട്ടം തേടുമ്പോൾ മറ്റൊരാളെ വിളിച്ച് തേടാൻ പാടില്ല. നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ അള്ളാഹുനല്ല മറ്റൊരാൾക്കും ബലിയർപ്പിക്കാൻ പാടില്ല. നമ്മൾ നേർച്ച നേരുമ്പോൾ ഇങ്ങനെ ഓരോ ഇബാദത്തിന് ഇനങ്ങളും അള്ളാഹുനല്ല നൽകാൻ പാടില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ ഇതുപോലും അറിയാത്ത മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്, അറിവ് എത്രത്തോളം കുറയുന്നു അത്രത്തോളം അത് നമ്മൾ അപകടത്തിലേക്ക് എത്തിക്കും. എത്രത്തോളം അറിവ് ശരിയായ അറിവ് നമ്മൾക്ക് കൂടുന്നോ അത്രത്തോളം നമ്മളെ ഹൈറിലേക്ക് എത്തിക്കും. ഇമാം ഷാഫി റഹിമുള്ള പറഞ്ഞതുപോലെ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മകളുടെ അടിസ്ഥാനം എന്നുള്ളത് അത് മതപരമായ അറിവാണ്. എല്ലാ നന്മകളുടെ അടിസ്ഥാനം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ അടിമയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരൊറ്റ കാര്യം മാത്രമേ കൂടുതൽ വേണമെന്ന് ചോദിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. ഒറ്റ കാര്യം മാത്രം. അതെന്താണ്? സൗന്ദര്യമല്ല, സമ്പത്തല്ല, ആരോഗ്യമല്ല, അധികാരമല്ല, ഒന്നുമല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയോട് അള്ളാഹു ഒരൊറ്റ കാര്യം മാത്രമേ ഇനിയും കൂടുതൽ വേണമെന്ന് ചോദിക്കാൻ ആവശ്യപ്പെട്ടത്. അത് വഖുർ റബ്ബി സിദ്നി ഇൽമ. റബ്ബെ എനിക്ക് നീ ഇൽമു വർദ്ധിപ്പിച്ചേരണം മാത്രം. വേറൊന്നും എന്ത് ചെയ്തിട്ടില്ല. ഇനിയും കൂട്ടിത്തരണമെന്ന് ആവശ്യപ്പെടാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് മാത്രമല്ല, നമ്മൾ എന്തിനാണ് അള്ളാഹുവോടെ സൃഷ്ടിച്ചത്?
ആ അള്ളാഹു എന്നെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു എന്റെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? അള്ളാഹു എന്റെ ജീവിതത്തിൽ വരരുത് എന്ന് നിശ്ചയിച്ചിട്ടുള്ള പല ബൗണ്ടറികളുണ്ട്. അത് ഏതൊക്കെയാണ്? ഇതൊന്നും അറിയാതെ നമ്മൾക്ക് എങ്ങനെയാണ് അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരാളായി തീരാൻ സാധിക്കുക? ആരാണ് ചോദിക്കുന്ന വിശ്വാസം പറഞ്ഞ മറുപടി എന്താ? മാന അലൈഹില്ലൗമ വസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണ് പറയുന്ന ദിവസം ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ ആരൊക്കെയുണ്ടോ, അവിടെ പ്രത്യേക ഒരു നാട്ടുകാരെ പറഞ്ഞില്ല, വിഭാഗക്കാരെ പറഞ്ഞില്ല, ജാതിക്കാരോ വർണ്ണമോ ദേശമോ ഭാഷയോ ഒന്നും പറഞ്ഞില്ല. ഒരൊറ്റ ക്വാളിറ്റിയാ പറഞ്ഞു, ഞാനും എന്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസം സഹാബത്തിന്റെ വിശ്വാസം പോലെ അല്ലെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ സഹാബത്ത് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാലിക്കേണ്ട കടമകൾ സഹാബത്ത് പാലിക്കുന്ന പോലെ, ഇങ്ങനെ നമ്മുടെ നിലപാടുകളൊന്നും സഹാബത്തിന്റേത് പോലെ അല്ലെങ്കിൽ നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലല്ല എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമുക്ക് പിന്നെ വേറെ ആരും ഉറപ്പ് വന്നിട്ടും കാര്യമില്ല. നമ്മൾ ഏത് സംഘടനയുടെ മെമ്പർഷിപ്പ് ഉണ്ടായിട്ടും അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതൊരു ഉസ്താദ് നമുക്ക് ഉറപ്പ് വന്നാലും അതൊന്നും റബ്ബിന്റെ അടുക്കൽ അല്ലെങ്കിൽ ദീനിൽ അതിനൊന്നും എന്തില്ല, യാതൊരു പ്രാധാന്യമില്ല. നമ്മൾ സ്വഹാബത്തിന്റെ മാർഗത്തിലേക്ക് ആകുന്നത് വരെ ഇത് വളരെ ശ്രദ്ധിക്കാം. ഇതിൽ ഈ സിറാത്ത് സഹാബത്തിന്റെ മാർഗമായി അവർ ജീവിച്ച് കാണിച്ചു തരാത്ത അല്ലെങ്കിൽ അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടാത്ത ഒരു കാര്യവും അന്ന് ദീനല്ലാത്തതൊന്നും ഇന്നും ദീനാവില്ല. പറഞ്ഞില്ലേ മാന അലൈഹില്ലോ, ഇന്ന് ഞാനും എന്റെ സഹാബത്തും ഏതൊരു ആ പറഞ്ഞ ദിവസത്തിൽ ദീനല്ലാത്ത ഒരു കാര്യവും ഇന്നും ദീനാവില്ല. എന്നുവെച്ചാൽ അവരെന്താണോ ദീനായി ചെയ്തത് അത് മാത്രം നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ നന്മകളും അവർ ചെയ്തിട്ടുണ്ട്. ഒരു നന്മ അവരെന്ത് ചെയ്തിട്ടില്ല, ചെയ്യാത്തതായി ബാക്കി വെച്ചിട്ടില്ല. എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ ചെയ്യാത്ത ഒരു കാര്യം, അവർ ദീനായിട്ട് മനസ്സിലാക്കാത്തൊരു കാര്യം നമുക്ക് ദീനായിട്ട് വേണ്ട, നമ്മളത് ചെയ്യൂല. കാരണം അവരെ പറ്റി അല്ലാഹു പറഞ്ഞ എന്താ? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ. മുഹാജിറുകളെയും അൻസാറുകളെയും സഹാബത്തിന് എല്ലാവരെയും അല്ലാഹു ചേർത്തിട്ട് പറയാണ്, അവരെ ഏറ്റവും നല്ല രൂപത്തിൽ പിൻപറ്റിയ ആളുകളെയും അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർ അള്ളാഹുവിന് എന്നുവെച്ചാൽ സഹാബത്തിനെ ഏത് രൂപത്തിലാണോ അവർ ജീവിച്ചിട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടത്, നമുക്ക് അള്ളാഹുവിന് തൃപ്തിയാണല്ലോ വരുന്നത്, വേറൊരു ലക്ഷ്യവും നമുക്കില്ല. നമുക്ക് അള്ളാഹുവിന് തൃപ്തിയാണ് വരുതെങ്കിൽ അള്ളാഹ് പഠിപ്പിച്ചെന്നത് അവരെ പോലെ ആകാനാണ്, സഹാബത്തിനെ പോലെ ആകാനാണ്. ആണ് പറഞ്ഞത് വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരേറ്റവും നല്ല രൂപത്തിൽ പിൻപറ്റിയ ആളുകൾ. നമ്മൾ സഹാബത്തിനാണ് പിൻപറ്റുന്നതെങ്കിൽ നമ്മളെ തൃപ്തിപ്പെടും, അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുന്ന പഠിപ്പിച്ചത് അള്ളാഹു തന്നെയാണ്. നമ്മൾ സഹാബത്തിനെയാണ് പിൻപറ്റേണ്ടത് എല്ലാ മേഖലകളിലും. എന്നുവെച്ചാൽ നമ്മുടെ ദീന ഒരു തട്ടിൽ വെക്കുക, ആ മീസാന്റെ മറ്റേ തട്ടിൽ സഹാബത്തിന്റെ ദീൻ വെക്കുക, എന്നിട്ട് നമ്മൾ തൂക്കി നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ നിലവാരം എത്രയാണ്, നമ്മൾ എന്തൊക്കെ ശരിയാക്കാനുണ്ട്, എന്തൊക്കെ മാറ്റം വരുത്താനുണ്ട്, എന്തൊക്കെ കൂട്ടാനുണ്ട്, എന്തൊക്കെ കുറയ്ക്കാനുണ്ട്. ഇതൊക്കെ തീരുമാനിക്കേണ്ടത് നാട്ടുകാരെ തൃപ്തി നോക്കിയിട്ടല്ല, സംഘടനയുടെ അജണ്ട നോക്കിയിട്ടല്ല. ഇതൊക്കെ തീരുമാനിക്കേണ്ടതും നിർണയിക്കേണ്ടതും സഹാബത്തിന്റെ ദീന് നോക്കിയിട്ടാണ്. നമ്മൾ അങ്ങനെ ആവാൻ ശ്രദ്ധിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യുക? സഹാബത്തിന്റെ ജീവിതം പഠിക്കണം. അവരെന്തൊക്കെ നിലപാടുകൾ എടുത്തത്, ഏതൊക്കെ രൂപത്തിലായിരുന്നു അവർ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നത്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? കൃത്യമായി പഠിക്കാൻ ശ്രദ്ധിക്കും. പിന്നെ ഒരു നസീഹത്ത് എന്താന്ന് വെച്ചാൽ, വളരെ പ്രധാനപ്പെട്ട നസീഹത്ത്, നമ്മളുടെ ജീവിതത്തിൽ നമുക്കറിയാം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കുല്ലു ബനി ആദമ ഖത്താഊൻ, ആദമിന്റെ മക്കൾ അങ്ങേയറ്റം തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, ഏറ്റവും നല്ല തെറ്റുകാർ എന്നുവെച്ചാൽ തെറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ല ആളുകൾ അങ്ങേയറ്റം തൗബ ചെയ്യുന്നവർ. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ന്യൂനതകളുള്ളവരാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ സൃഷ്ടിച്ചത് ദഈഫ് ആയിക്കൊണ്ട്, ദുർബലനായിക്കൊണ്ട്. നമുക്ക് ഒരുപാട് ദൗർബല്യങ്ങൾ, വീക്ക്നെസ്സുകളുണ്ട്, ഒരുപാട് പരിമിതികളുണ്ട്. നമുക്ക് കാണാനുള്ള കാഴ്ച, അതിന് പരിമിതിയുണ്ട്. കേൾക്കാനുള്ള കേൾവിക്ക് എന്തുണ്ട്? പരിമിതിയുണ്ട്. മണത്തറിയാനുള്ള അതിനും എന്തുണ്ട്? ഓരോന്നിനും പരിധിയുണ്ട്. നോക്കിയേ, ഇത്ര അടുത്താ ഉള്ളത്, പക്ഷെ ഈ ചുമരിന്റെ അപ്പുറത്തുള്ള നമുക്ക് കാണാൻ കഴിയില്ല. ചെറിയൊരു ദൂരത്തിനപ്പുറത്തുനിന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് പരിമിതികൾ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചാൽ അത് അംഗീകരിക്കാനോ തിരുത്താനോ തയ്യാറാകാത്ത വിധം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ആയിത്തീരരുത്. നമുക്ക് തെറ്റുകൾ പറ്റാം, തെറ്റുകൾ നമുക്ക് എപ്പോഴും പറ്റാം. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ഞാൻ ഒരുപാട് ന്യൂനതകൾ ഉള്ളവനാണ്, തെറ്റുകൾ എപ്പോഴും പറ്റാൻ സാധ്യതയുള്ളവനാണ് എന്നുള്ള ബോധം നമ്മളിൽ വളർത്തിയെടുക്കുക. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ഒരാൾ നമുക്കൊരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അതങ്ങനെയാണ് പഠിപ്പിച്ച നിവസാസം പറഞ്ഞു തന്നിട്ടുള്ള ഇങ്ങനെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നീ പാരത് പറയാൻ, ഞാനൊക്കെ എന്താ പറയാ ഇത്ര കാലമായിട്ട് ഞാൻ തൗഹീദിൽ വന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആദർശം മനസ്സിലാക്കി ഇത്ര ഇങ്ങനെയൊന്നും ഉള്ളൊരു നിലപാട് ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. മറിച്ച് എത്ര ചെറിയ ആള് പറഞ്ഞാലും, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ മോശപ്പെട്ട ഒരാളായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം? ആ തെറ്റ് സൂചിപ്പിച്ചു തരാം. എന്നുവെച്ചാൽ അവന്റെ ജീവിതത്തിൽ അവൻ തീരെ പാലിക്കാത്തൊരു കാര്യമായിരിക്കും എന്ത് ചെയ്യാം? അവൻ നമുക്ക് സൂചിപ്പിച്ചു തരാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരു മജ്ലിസിൽ, മസ്ജിദിൽ ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യാണ്? ജൂതന്മാരിൽപ്പെട്ട കുറച്ച് ആളുകൾ അവിടേക്ക് വരിക. കുറച്ച് ജൂത പുരോഹിതന്മാരെന്ത് ചെയ്യണം? അവിടേക്ക് കടന്നു വരിക. ശ്രദ്ധിക്കണേ, ഈ ജൂത പുരോഹിതന്മാർ, ജൂതന്മാരെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളും ഹദീസുകളൊക്കെ പഠിപ്പിച്ച് നമുക്കറിയാം. ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് മഗ്ദൂബി അലൈഹിം എന്നാണ് സൂറത്തുൽ ഫാത്തിഹയിൽ അവരെ പറ്റി. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ കോപം ലഭിച്ചവരാണ്. അത്രയും മോശപ്പെട്ട ആളുകളാണ് അവര്. അവരിൽ അള്ളാഹു പലരെയും പന്നികളും കുരങ്ങന്മാരൊക്കെ ആക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ. ഇത്രയും മോശപ്പെട്ട ഒരു വിഭാഗമാണ്. അവരിപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാണെന്ന് അറിഞ്ഞിട്ടും റസൂൽ വിശ്വസിച്ചിട്ടില്ല. ഇത്രയും മോശപ്പെട്ട ആളുകൾ ആ മോശത്തിൽ ഉറച്ചു നിൽക്കുന്ന, ആ വൃത്തികേടിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ അവരെന്ത് ചെയ്യാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരികയാണ്. ആ അവസ്ഥ ആലോചിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ഏതൊരു കാര്യം ലക്ഷ്യമാക്കിയിട്ടാണോ റസൂലിനെ റസൂലായി അയച്ചത്, ആ തൗഹീദിന്റെ വിഷയത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാനാണ് ആര് വരുന്നത്? ഈ ജൂതന്മാർ വരുന്നത്. ആലോചിച്ച് നോക്കണം. ഏറ്റവും ഉത്തമനായ സൃഷ്ടിന്റെ അടുക്കൽ ആ സൃഷ്ടിയെ അള്ളാഹു എന്തൊരു ദൗത്യത്തിന് അയച്ചോ ആ ദൗത്യത്തിൽ പോരായ്മകളുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വരുന്നത് ആരാണ്? ഏറ്റവും മോശപ്പെട്ട ആളുകൾ. ആ കാര്യം ലെവലേഷൻ തീണ്ടിയിട്ടില്ലാത്ത ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ഈ കാര്യം സൂചിപ്പിക്കാൻ വരുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത നിലപാട് എന്തായിരുന്നു? എന്താ നിലപാടെടുത്ത്? നിങ്ങൾ ആരെ തൗഹീദിനെ പറ്റി പറയാൻ? അള്ളാഹു എന്നെയാണ് തൗഹീദും കൊണ്ട് അയച്ചത് തിരിച്ചു പറഞ്ഞോ? തിരിച്ചു ചോദിച്ചോ? ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യം നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞെന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞപ്പോ അത് ശ്രദ്ധിച്ച് കേൾക്കുകയും അത് സ്വഹാബത്തിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തിന്മകൾ അല്ലെങ്കിൽ നമ്മുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ ആരായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് ചിലപ്പോൾ നമ്മളെ മോശക്കാരനാക്കാനായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക. എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരാൾ നമ്മുടെ ന്യൂനത ചൂണ്ടിക്കാണിച്ച് തരുന്നുണ്ടെങ്കിൽ
അതിൽ നമുക്ക് ലാഭം മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കാം, നമുക്കതിൽ ലാഭം മാത്രം, നമുക്കൊരു നഷ്ടമില്ല. കാരണം ആ ന്യൂനത നമ്മളിൽ ഉണ്ടോന്ന് പരിശോധിച്ച് നമ്മൾ ആ ന്യൂനത തിരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഹൈർ മാത്രമേ ഉള്ളൂ. ആ പറയുന്നവൻ ചൂണ്ടിക്കാണിക്കും ചിലപ്പോൾ വേറെന്തെങ്കിലും ഉദ്ദേശത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ നടക്കുന്നവനായി. അവസാനത്തെ ആറാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകൾ അല്ലെങ്കിൽ ന്യൂനതകൾ, അപാകതകൾ, അത് നമ്മൾക്ക് സംഭവിക്കാൻ വളരെയധികം സാധ്യതയുള്ളവരാണ് നാം ഓരോരുത്തരും എന്നുള്ള ബോധ്യത്തോടുകൂടെ തെറ്റ് നമ്മൾക്ക് ആര് ചൂണ്ടിക്കാണിച്ചു തന്നാലും, ഇപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമ്മൾ പറഞ്ഞു, അവിടെ ഒരിക്കലും മുസ്ലിമീങ്ങൾ പോലും അല്ല അത് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു എന്താ പറയാ, പല ആളുകൾക്ക് ഇന്ന് പലർക്കും പല തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടവനാണോ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. അങ്ങനെ ഒരു മനോഭാവം ഒരിക്കലും നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. ആരായിക്കോട്ടെ, നമ്മൾക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് ജൂതന്മാരല്ല, ഇനിയിപ്പോ എത്ര വലിയ ഇബ്ലീസ് ആണെങ്കിൽ പോലും അത് നമ്മളിലുള്ള തെറ്റാണെങ്കിൽ, നമ്മൾക്കുള്ള ന്യൂനതയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ലാഭം മാത്രമാണ്. നമ്മൾ ആ തെറ്റ് നമ്മുടെ തെറ്റായി അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും അത് നമ്മൾ തിരുത്തുകയും ചെയ്താൽ നമ്മൾക്ക് റബ്ബിന്റെ അടുക്കൽ അത് വലിയ ഹൈർ മാത്രമേ പ്രദാനം ചെയ്യുകയുള്ളൂ. ഇനിയിപ്പോ നമ്മുടെ ഇല്ലാത്ത കുറ്റമാണെങ്കിലോ അത് അപ്പോഴും നമുക്ക് ഹൈർ മാത്രമാണ്. നമ്മളില്ലാത്തൊരു കാര്യമാണ് കുറ്റമായിട്ട് പറയുന്നെങ്കിലും അപ്പോഴും അത് നമുക്ക് ഹൈർ മാത്രമാണ്. അത് നമ്മൾ ആഖിറത്തിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവന്റെ നന്മകൾ അത് നമ്മൾക്ക് എന്ത് ചെയ്യണം, അവൻ വെറുതെ ദാനമായിട്ട് നൽകുന്നത് പോലെ അവന്റെ നന്മകൾ നമുക്ക് അവൻ വെറുതെ ദാനമായിട്ട്, അവൻ കുറെ കഷ്ടപ്പെട്ടെടുത്ത വലിയ പ്രതിഫലങ്ങൾ വെറുതെ നമുക്ക് തരുന്നത് പോലെ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ കുറ്റമായിട്ട് പറയാം. നമ്മൾ പരിഗണിക്കേണ്ടതില്ല. ഉള്ളതാണെങ്കിൽ അത് ആരാണെന്ന് നോക്കേണ്ടതില്ല. നമ്മൾക്ക് ആ തിന്മ പറയപ്പെടുന്ന ആ ന്യൂനത നമുക്കുണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വളരെ ഉടനടി എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. വിശ്വാസം ഇവിടെ അങ്ങനെ തന്നെ ചെയ്തത്. അവർ തൗഹീദിന്റെ വിഷയത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വിശ്വാസം ഉടനെ സഹാബത്തിന് അവിടെ തന്നെ അവരുടെ മുന്നിൽ വെച്ച് എന്ത് ചെയ്യണം, ഇനി നിങ്ങൾ അങ്ങനെ പറയരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയാം. ഉള്ള ന്യൂനതകളാണ് അത് പറഞ്ഞു കൊണ്ടുവന്ന് തരുന്നത് ആരായിക്കോട്ടെ, നമ്മൾക്കത് തിരുത്തുന്നതിലൂടെ ഹൈർ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, അത് അവനല്ലേ, ഈ വിവാഹക്കാരനല്ലേ, അല്ലെങ്കിൽ ഇന്നവനല്ലേ, അല്ലെങ്കിൽ ഈ ഉദ്ദേശത്തിൽ പറഞ്ഞവനല്ലേ, ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ തെറ്റ് തിരുത്താനോ അല്ലെങ്കിൽ അതിലേക്ക് അത് പരിഗണിക്കാനോ തടസ്സമാകരുത് എന്ന് ഉണർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ പറഞ്ഞ നസീഹത്തുകളൊക്കെ അതൊരിക്കലും നിങ്ങൾക്ക് മാത്രമുള്ള നസീഹത്തുകളല്ല, ഇത് ആദ്യമായി എനിക്കും കൂടിയുള്ള നസീഹത്തുകളാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ ഓരോരുത്തരും പരമാവധി ശ്രദ്ധിക്കുക, അതിന് വേണ്ട മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുക, നമുക്ക് കഴിവിന്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കുക. ഈ ദുനിയാവെന്നുള്ളത് നമുക്ക് ഇത് ഗോൾഡൻ ചാൻസ്, പിന്നെ നമുക്ക് പരിശ്രമിക്കാൻ കഴിയില്ല. റൂഹ് തൊണ്ടക്കുള്ളിൽ എത്തിയ നമ്മൾ ആഗ്രഹിക്കും ഒരിത്തിരി സമയം കൂടി നീട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യായിരുന്നു എന്നെന്ത് ചെയ്യും ആഗ്രഹിച്ച നമുക്ക് ഈ ഒരു ചാൻസ് നമുക്കുള്ളൂ. ഇത് നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി നമുക്ക് സാധിക്കുന്നത് പരമാവധി പരിശ്രമിക്കുക, റബ്ബിനോട് അങ്ങേയറ്റം ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എല്ലാം റബ്ബിന്റെ കൈകളിലാണ്. റബ്ബിന്റെ സഹായം ഉണ്ടെങ്കിൽ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല. റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാനോ നരകത്തിന് രക്ഷപ്പെടാനോ സ്വർഗത്തിൽ പ്രവേശിക്കാനോ ഒന്നും സാധിക്കുകയില്ല. എപ്പോഴും റബ്ബിനോട് സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനകളൊന്നായിരുന്നു അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമെന്ന പ്രാർത്ഥന. നമ്മൾ ഇത്തരം പ്രാർത്ഥനകളും മറ്റൊരുപാട് പ്രാർത്ഥനകൾ നമുക്കൊക്കെ അറിയാം. അതൊക്കെ നമ്മൾ പരമാവധി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ, ഇപ്പൊ ഇതൊരു നല്ലൊരു സന്ദർഭമാണ്, ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ, അതുപോലെ തന്നെ നിസ്കാരത്തിലെ സുജൂദിൽ, സലാം പൊട്ടുന്ന അവസാനത്തെ തശഹുദിൽ, തൊട്ടുമുമ്പുള്ള അവസാനത്തെ തശഹുദിൽ, അതുപോലെ ഒരുപാട് സന്ദർഭം നമുക്കറിയാം. അത്തരം സന്ദർഭങ്ങളൊക്കെ എന്ത് ചെയ്യാം, പരമാവധി എല്ലാ ദിവസവും രാത്രി അവസാനത്തെ മൂന്നിലൊന്നിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ പരമാവധി പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാറുകൾ പരമാവധി വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നന്നായി അള്ളാഹുവിന്റെ തൃപ്തി ഏത് സമയത്ത് നമ്മൾ മരിച്ചാലും റബ്ബിന്റെ തൃപ്തി കിട്ടുന്ന അവസ്ഥയിലായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ജീവിക്കുക. അങ്ങനെ ആ രൂപത്തിൽ നമ്മൾ എപ്പോഴും മരണത്തെ തയ്യാറെടുത്തിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള
അതിന് വേണ്ട വഴികളൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് എളുപ്പമാക്കി തരികയും അതിനു മുന്നിൽ വരുന്ന തടസ്സങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും നീക്കി തരികയും ചെയ്യുമാറാവട്ടെ. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.